ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പേരാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മഡാര വേഴ്സസ് ഒബീറ്റോ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഇറ്റാച്ചി വേഴ്സസ് പെയിനോ എന്ന വീഡിയോ കിട്ടി. അതിന് വേണ്ട പോലെ വ്യൂസ് ഒന്നും കിട്ടിയില്ല. ഈ വീഡിയോയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മഡാര എന്ന് പറഞ്ഞാൽ ടൈജുട്സുകൾ തന്നെ ഒരു സ്കിൽഡായിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കണമെങ്കിൽ ഒബീറ്റോയ്ക്ക് ടൈജുട്സ് വെച്ചത് പറ്റത്തില്ല. കാരണം മഡാരയ്ക്ക് അത്ര ഭയങ്കര ടൈജുട്സ് ഈക്വലി മഡാരയോട് ടൈജുട്സ് നിൽക്കണമെങ്കിൽ അതിന് മൈഗ്ഗീനെ പോലത്തെ ആൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വലിയ ടൈജുട്സ് വേണം മൈഗ്ഗീനെ പോലത്തെ. അതുണ്ടെങ്കിൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. മഡാര അങ്ങനെയാണ്. ഒബീറ്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒബീറ്റോയ്ക്ക് റിജീഗണും ശരീഗണും ഉണ്ട്. പിന്നെ കാമുയി എന്ന് പറയുന്ന ടെക്നിക്ക് വരെ ഉണ്ട്. അതിനുശേഷം ടെയിൽഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 ടെയിൽസും ഉണ്ട്. 7 ടെയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ടെയിൽഡ് ബീസ്റ്റിൻ്റെ പവറും ഒബീറ്റോയുടെ കയ്യിലുണ്ട്. പക്ഷെ അത് വെച്ച് മഡാരയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. മഡാരയ്ക്ക് വേണമെങ്കിൽ അവരെ ടെയിൽഡ് ബീസിനെ എടുക്കാം. ഗഡോസ്കാച്ചുവിൻ്റെ ഉള്ളിലാണ് ഒബീറ്റോ വെച്ചേക്കുന്നത്. മഡാരയ്ക്ക് വേണമെങ്കിൽ ഒബീറ്റോയുടെ കയ്യിൽ നിന്ന് ടെയിൽഡ് ബീസിനെ പിടിക്കുക ഗഡോസ്കാച്ചു എടുത്തിട്ട്. മഡാരയ്ക്ക് ഒബീറ്റോയ്ക്ക് സേവ് റിനികളുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ റീആനിമേറ്റഡ് മഡാരയും പിന്നെ ജീവനോടുള്ള ഒബീറ്റോയുമാണ്. അപ്പോൾ എന്തായാലും ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇതിനകത്ത് എന്തായാലും ഒബീറ്റോ കാമുയി ഉപയോഗിക്കുന്നതാണ് ഒബീറ്റോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒബീറ്റോയുടെ കാമുയിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ 5 സെക്കൻഡിനുള്ളിൽ കാമുയിക്ക് അതൊന്ന് തിരിച്ചു വരണം, 5 മിനിറ്റിനുള്ളിൽ. അപ്പോൾ അത് മഡാരയ്ക്ക് ഒരു അഡ്വാൻറ്റേജാണ്. എന്ന് വെച്ചാൽ അതാണ് ഈ കാമുയിയുടെ വീക്ക്നെസ്. ബോഡി പാർട്സ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ബോഡി പാർട്സ് ഡയമണ്ട്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഒബീറ്റോ കാമുയി വെച്ച് ചെയ്യുകയാണ് ഒബീറ്റോയുടെ ബോഡി പാർട്സിനെ ടച്ച് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ആർക്ക് തൊടാൻ പറ്റാത്തത്. അത് വെച്ച് ഒബീറ്റോ ഒരു പരിധി വരെ രക്ഷപ്പെട്ടെന്നിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ചാൻസ് കൂടുതലും പിന്നെ ഏറ്റവും ഒരു പവർ കൂടുതലും മഡാരയ്ക്ക് തന്നെയാണ്. ഒബീറ്റോയുടെ പുറത്തൊരു സീൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഒബീറ്റോനെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇട്ടത് മഡാരയാണ്. ഇങ്ങനെ അത് വെച്ചോ വേണമെങ്കിൽ ഒബീറ്റോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ പോയാലും തോൽവി ഉറപ്പാണ്. ഒബീറ്റോ തോക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. സ്ക്രീൻ ടൈം കുറഞ്ഞു പോയെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വട്ടം സ്ക്രീൻ ടൈം കൂടുതൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.